ഞാൻ പാർട്ടിക്കകത്ത് സംസാരിച്ചിട്ടുള്ളത് പാർട്ടിക്കകത്ത് മാത്രം നിൽക്കും. അത് ഞാൻ പാർട്ടിക്കകത്ത് കമ്മ്യൂണിക്കേഷനാണ്. ഈ പാർട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ചല്ലേ ഞാനിവിടെ സ്ഥാനാർത്ഥിയായത്. ഈ പാർട്ടി തീരുമാനിച്ചാലാണ് ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയാകത്തുള്ളൂ. കോട്ടയത്ത് 9-ൽ 9 സീറ്റ് ജയിക്കാൻ പോവുകയാണ്. അത് UDF കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു തിരിച്ചുവരവിന് ഇവിടെ പാതയൊരുക്കാൻ പോകുന്നു. കേരളത്തിലൊരു മുഖ്യമന്ത്രി UDF ഉണ്ടാകുമ്പോൾ കോട്ടയത്തിന് 9 പേരും കാണും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ. ഇപ്പോൾ പ്രധാനമായിട്ട് ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും കൂടുതൽ ആളുകൾ സ്ഥാനാർത്ഥികളാവുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത്തരം സാധ്യതകളുണ്ടോ? അല്ല, എനിക്ക് രാഷ്ട്രീയമായി വലിയ യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയമായ വ്യത്യാസമുള്ള നേതാവാണ് ശ്രീ MM മണി. അദ്ദേഹം നിന്ന് കമൻറ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടു. നിങ്ങൾ തന്നെ തീരുമാനിച്ചൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അദ്ദേഹത്തിൻ്റെ മകളെ. അദ്ദേഹം പറയുന്നത് കേട്ടു, ഇനി ഞാൻ കമ്മിറ്റിക്ക് പോകേണ്ടതല്ലോ എന്ന്. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അച്ചുവും മരിയ ഉമ്മനും അത്തരത്തിൽ മത്സരിക്കുമോ? അങ്ങനെ എൻ്റെ അറിവിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുള്ള ഇതുവരെ അവർക്ക് താല്പര്യമില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിന് 25 നടന്ന ഒരു പരിപാടി വെച്ച് നിങ്ങളുടെ ചാനൽ വെച്ച് തന്നെ അവരങ്ങനെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം അച്ചു എൻ്റെ അടുത്ത് അവധിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ്, ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ല. മാത്രമല്ല അപ്പോൾ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെന്നെ അറിയിക്കും, പാർട്ടി അറിയിക്കും. നിങ്ങളിങ്ങനെ ഓരോ സ്പെക്കുലേഷൻ രാവിലെ തുടങ്ങും, അതിന് ഞാനെല്ലാം മറുപടി പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത്തരത്തിൽ ഉണ്ടാവില്ല എന്നൊരു കാര്യം തന്നെയാണ് താങ്കൾ ചാണ്ടിയുമ്മനുമായിട്ട് പങ്കുവെച്ചത്. എൻ്റെ അറിവിൽ ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് വിവാദമാണല്ലോ, എല്ലാ വിവാദങ്ങളും വാർത്തകളുമാണല്ലോ ഉള്ളത്. അത് നിങ്ങൾ തുടരുക. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് അപ്പോൾ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ഇപ്പം അങ്ങനെയാണ് തീരുമാനം ഇതുവരെ. അപ്പോൾ ഇന്നലെ മറ്റൊരു കാര്യം പറഞ്ഞു, അതായത് യോഗത്തിനകത്ത് ചാണ്ടിയുമ്മൻ മാറി നിൽക്കാൻ, പുതുപ്പള്ളിയിൽ നിന്ന് മാറി നിൽക്കാൻ സന്നദ്ധ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ പാർട്ടിക്കകത്ത് സംസാരിച്ചിട്ടുള്ളത് പാർട്ടിക്കകത്ത് മാത്രം നിൽക്കും. അത് ഞാൻ പാർട്ടിക്കകത്ത് കമ്മ്യൂണിക്കേഷനാണ്. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമുണ്ട്. അത് പിന്നെന്താ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പ്. അപ്പം പാർട്ടി ലീഡർഷിപ്പിനോട് ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അവർക്കല്ലേ അറിയുള്ളൂ. അതിനപ്പുറം എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. പാർട്ടിയിൽ പറഞ്ഞല്ല, അത്തരത്തിൽ മാറി നിൽക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പാർട്ടി നിലപാടാണ് ഏറ്റവും പ്രധാനം. പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ പാർട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ചല്ലേ ഞാനിവിടെ സ്ഥാനാർത്ഥിയായത്. ഈ പാർട്ടി തീരുമാനിച്ചാലാണ് ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയാകത്തുള്ളൂ എവിടെയാണെങ്കിലും. അതെല്ലാം പാർട്ടിയുടെ തീരുമാനം. എന്തായിരിക്കും ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് കോട്ടയം ജില്ലയിൽ എന്തായിരിക്കും? കാരണം കഴിഞ്ഞ വലിയ തിരിച്ചടിയൊക്കെ നേരിട്ടതാണ്, സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും പ്രതീക്ഷ? എങ്ങനെയാണ് തദ്ദേശം ആവർത്തിക്കുമോ? അല്ല, ഇത് UDFൻ്റെ ശക്തി കേന്ദ്രമാണ് കോട്ടയം. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് കോട്ടയം. കോട്ടയത്ത് 9-ൽ 9 സീറ്റ് ജയിക്കാൻ പോവുകയാണ്. അത് UDF കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു തിരിച്ചുവരവിന് ഇവിടെ പാതയൊരുക്കാൻ പോകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലൊരു മുഖ്യമന്ത്രി UDF ഉണ്ടാകുമ്പോൾ കോട്ടയത്തിന് 9 പേരും കാണും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ. വലിയ വിജയം എന്തായാലും കോട്ടയത്തുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ജനവിരുദ്ധമായ ഉള്ള ഒരു ഗവൺമെൻറ്റിനെതിരെ ഉള്ള പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കും. ആ തെരഞ്ഞെടുപ്പ് കേരളം ഒട്ടുക്കുണ്ടാകുമ്പോൾ കോട്ടയത്ത് അത് കാണും. കേരളത്തിലപ്പോൾ അടുത്ത തവണ UDFൻ്റെ സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ചു പറയുക 100%. ഇപ്പോൾ 3.0 കുറിച്ച് മിണ്ടുന്നുണ്ടോ? ഇല്ലല്ലോ. UDF തന്നെ തിരിച്ചു വരാൻ പോകും.